three-schema architecture. The three-schema architecture is also called ANSI-Spark architecture or three-level architecture. So, three-schema architecture ഉപയോഗിക്കുന്നത് this framework is used to describe the structure of a specific database system. ഒരു database systemത്തിന്റെ structure specify ചെയ്യാൻ വേണ്ടിയിട്ടാണ് three-schema architecture യൂസ് ചെയ്യുന്നത്. Three-schema architecture ഉപയോഗിച്ചിട്ട് three-schema architecture is also used to separate the user application and physical database. ഡാറ്റാബേസിനെയും ആപ്ലിക്കേഷനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി നമുക്ക് three-schema architecture ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. The three-schema architecture contains three levels. മൂന്ന് ലെവൽസ് ആയിട്ടാണ് ഈ ആർക്കിടെക്ചർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്നുള്ളത് ഇന്റേണൽ ലെവലാണ്, ദെൻ കൺസെപ്ച്വൽ ലെവൽ ആൻഡ് എക്സ്റ്റേണൽ ലെവൽ. എക്സ്റ്റേണൽ ലെവൽ എന്നുള്ളത് പുറമേയുള്ള ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നതാണ് എക്സ്റ്റേണൽ ലെവൽ. ഏറ്റവും ഇന്നർ ആയിട്ടുള്ള ലെവലാണ് ഇന്റേണൽ ലെവൽ. ഇതിനെ രണ്ടിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതാണ് കൺസെപ്ച്വൽ ലെവൽ. സോ ഈ ഡയഗ്രാം വെച്ച് പറയുമ്പോൾ ഇത് ഉള്ളത് ഒരു DBMSന്റെ ആർക്കിടെക്ചർ ആണ് ഷോ ചെയ്യുന്നത്. Then mapping is used to transform the request and response between various database levels of architecture. ഈ ആർക്കിടെക്ചറിന്റെ ഡിഫറെന്റ് ലെവൽസിനെ തമ്മിൽ മാപ്പ് ചെയ്തിരിക്കുന്നത് മാപ്പിംഗ് ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ ഇന്റേണൽ ലെവലും കൺസെപ്ച്വൽ ലെവലും തമ്മിലുള്ള മാപ്പിംഗ് ആണ് കൺസെപ്ച്വൽ ഇന്റേണൽ മാപ്പിംഗ്. ദെൻ കൺസെപ്ച്വൽ ടു എക്സ്റ്റേണൽ മാപ്പിംഗ് ആണ് എക്സ്റ്റേണൽ കൺസെപ്ച്വൽ മാപ്പിംഗ്. ഓക്കെ, ഡാറ്റാബേസുകൾ സ്മോൾ ആണ്, സൈസ് എന്നുള്ളത് വളരെ സ്മോൾ ആണെങ്കിൽ എന്താണ് മാപ്പിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ സ്മോൾ സൈസ് ഡാറ്റാബേസ് ബിക്കോസ് ഇറ്റ് ടേക്സ് മോർ ടൈം. മാപ്പിംഗ് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഡാറ്റാബേസുകളിൽ മാപ്പിംഗ് യൂസ് ചെയ്യാറില്ല. In external or conceptual mapping, it is necessary to transform the request from external level to conceptual schema. So, external conceptual mapping in the case ചെയ്യുന്നത് external request, external വരുന്ന റിക്വസ്റ്റിന്റെയും conceptual schema-യിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ കൺസെപ്ച്വൽ ഇന്റേണൽ മാപ്പിംഗിന്റെ കേസിൽ DBMS ട്രാൻസ്ഫോം ദ റിക്വസ്റ്റ് ഫ്രം കൺസെപ്ച്വൽ ടു ഇന്റേണൽ ലെവൽ. ഇനി ഓരോ ലെവലും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്നുള്ളത് ഇന്റേണൽ ലെവലാണ്. ഇന്റേണൽ ലെവൽ ഹാസ് ആൻ ഇന്റേണൽ സ്കീമ വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ്. സോ ഇന്റേണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ലെവലുള്ളതാണ്. സോ ഏറ്റവും ഇന്നർ ആയിട്ടുള്ള ലെവലാണ്. സോ ഈ ഇന്നർ ലെവൽ ചെയ്യുന്നത് ഒരു ഡാറ്റാബേസിന്റെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ. ആ ഡാറ്റാബേസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ഇന്റേണൽ ലെവൽ യൂസ് ചെയ്യുന്നത്. Then internal schema is also known as a physical schema. Internal schema നമുക്ക് physical schema എന്നുകൂടി പറയാം. It uses the physical data model. It is used to define that how the data will be stored in a block. ഒരു ഡാറ്റ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ മെമ്മറിയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ലെവൽ പറയുന്നത്. The physical level is used to describe complex low level data structure in detail. Then next one ഉള്ളത് conceptual level ആണ്. The conceptual schema describes the design of a database at conceptual level. Conceptual ലെവലിലുള്ള ഡാറ്റാബേസിന്റെ ഡിസൈൻ ആണ് conceptual schema പറയുന്നത്. Conceptual level is also known as logical level. Conceptual അല്ലെങ്കിൽ logical level എന്നാണ് മിഡിൽ ലെയറിൽ നമ്മൾ പറയുന്നത്. The conceptual schema describes the structure of the whole database. So internal level എന്നുള്ളത് physical storage structure പറയുമ്പോൾ കൺസെപ്ച്വൽ സ്കീമ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഡാറ്റാബേസിന്റെ മൊത്തത്തിലുള്ള ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ ആണ്. കൺസെപ്ച്വൽ ലെവൽ ഡിസ്ക്രൈബ്സ് വാട്ട് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ഇൻ ദി ഡാറ്റാബേസ് ആൻഡ് ഓൾസോ ഡിസ്ക്രൈബ്സ് വാട്ട് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് എമംഗ് ദോസ് ഡാറ്റ. സോ കൺസെപ്ച്വൽ ലെവലിലാണ് ഏത് ഡാറ്റയാണ് ഡാറ്റാബേസ്, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെയും ഡിസ്ക്രൈബ് ചെയ്യുന്നത് conceptual level. Okay, in conceptual level, internal details such as implementation of data structures are hidden. Programmers and database administrators work at this level. So ഈ ലെവലിലാണ് ഒരു ഡാറ്റാബേസ് പ്രോഗ്രാമുകളാണ് നമ്മൾ DB ആണെങ്കിലും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത് കൺസെപ്ച്വൽ ലെവലിലാണ്. Then last one is external level. At the external level, a database contains several schemas that sometimes called a subschema. Okay, the subschema is used to describe the different view of the database. ഒരു ഡാറ്റാബേസിന്റെ ഡിഫറെന്റ് വ്യൂസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ലെവൽ ഉപയോഗിക്കുന്നത്. An external schema is also known as view schema. View schema എന്ന് കൂടി നമുക്ക് എക്സ്റ്റേണൽ സ്കീമയെ പറയാം. സോ ഇതിൽ നിന്നുള്ള ഡിഫറെന്റ് സ്കീമകളുടെ ഒരു കളക്ഷൻ ആണ്. ഡാറ്റാബേസ് ഓഫ് കണ്ടെയ്ൻ ഡിഫറെന്റ് സ്കീമാസ് ആണ്, സെവറൽ സ്കീമാസിന്റെ കളക്ഷൻ ആണ്. സോ ഇതിനെ നമുക്ക് സബ് സ്കീമ എന്ന് കൂടി പറയാം. അതുകൂടാതെ എക്സ്റ്റേണൽ സ്കീമയെ വ്യൂ സ്കീമ എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ,
So each view schema describes the database part that a particular user group is interested. So ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ ലെവൽ എന്നുള്ളത് ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ്. സോ ഓരോ യൂസർ ഗ്രൂപ്പും ഒരു ഡാറ്റാബേസിന്റെ ഏത് പാർട്ടാണ് ആവശ്യമുള്ളത്, അവർക്ക് ഏതിലാണ് അവർ ഇൻട്രസ്റ്റഡ് ആയത്, ഇതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വ്യൂ സ്കീമയാണ്. ആൻഡ് ഹൈഡ്സ് ദ റിമൈനിങ് ഡാറ്റാബേസ് ഫ്രം ദ യൂസർ ഗ്രൂപ്പ്. സോ ഓരോ യൂസറിനെ ബേസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ ഏത് പാർട്ട് നമുക്ക് ഷോ ചെയ്യിക്കണം. സോ ഫോർ എക്സാമ്പിൾ പുറമേയുള്ള ഒരു യൂസറാണ് വരുന്നതെങ്കിൽ, സാധാരണ ഒരു യൂസറാണ് വരുന്നതെങ്കിൽ അവർക്ക് എന്നാ ആ ഡാറ്റാബേസിന്റെ എല്ലാ പാർട്ടും അവർക്ക് കാണേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് ഒരു പ്രോഗ്രാമറാണ് ഇത് നോക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാമറിന് ആ ഡാറ്റാബേസിന് കുറച്ചുകൂടിയുള്ള പാർട്ട് നോക്കണം. സോ ഓരോ യൂസർ ഗ്രൂപ്പിനനുസരിച്ചും ആ ഒരു ഡാറ്റാബേസിന്റെ ഏത് പാർട്ടാണ് ഷോ ചെയ്യിക്കേണ്ടത്, ഏത് പാർട്ടാണ് ഹൈഡ് ചെയ്യേണ്ടത് ഒക്കെയും ചെയ്യുന്നത് എക്സ്റ്റേണൽ ലെവലിലാണ്. ദ വ്യൂ സ്കീമ ഡിസ്ക്രൈബ്സ് ദ എൻഡ് യൂസർ ഇന്ററാക്ഷൻ വിത്ത് ഡാറ്റാബേസ് സിസ്റ്റം. ഡാറ്റാബേസും എൻഡ് യൂസറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലെവലിൽ വ്യൂ സ്കീമാസ് ആണ്. Next topic is data independence. Data independence can be explained using the three schema architecture. Data independence refers characteristics of being able to modify the schema at one level of the database system without altering the schema at the next higher level. So data independence എന്ന് പറയുന്നത് നമുക്ക് എന്താ ബീങ് ഏബിൾ ടു മോഡിഫൈ ദ സ്കീമ അറ്റ് വൺ ലെവൽ, ഒരു ലെവലിൽ സ്കീമ മോഡിഫൈ ചെയ്യാണ്. ബട്ട് എന്താണ് സ്കീമയുടെ മറ്റ് ഹയർ ലെവലിലുള്ള ഡാറ്റകളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഡാറ്റ എങ്ങനെ മോഡിഫൈ ചെയ്യും, ഇതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സാധാരണ രണ്ട് ടൈപ്പിലെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണുള്ളത്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ദെൻ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സോ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് refers characteristics of being able to change the conceptual schema without having to change the external schema. So logical data independence പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് കൺസെപ്ച്വൽ സ്കീമയാണ്. ബട്ട് അങ്ങനെയുള്ള ചേഞ്ചസ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും ഏതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, എക്സ്റ്റേണൽ സ്കീമയെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കൺസെപ്ച്വൽ സ്കീമ ചേഞ്ച് ആക്കണം. സോ അതിനാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. Logical data independence is used to separate the external level from the conceptual view. So external level ne conceptual view il ninnu endana separate cheyയാണ് ചെയ്യുന്നത്. If you do any changes in the conceptual view of the data, then the user view of the data would not be affected. So conceptual view il undavuna changes user de views il endana changes undakan paadilla. So logical data independence occurs at the user interface level. User interface level lana logical data independence occur ചെയ്യുന്നത്. Then we have physical data independence. Second type ആണുള്ള data independence ആണ് physical independence. So physical data independence can be defined as the capacity to change the internal schema without having to change conceptual schema. So logical data independence ആണ് യൂസർ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കൺസെപ്ച്വൽ സ്കീമയും എക്സ്റ്റേണൽ സ്കീമയും തമ്മിലാണ് ഉള്ള റിലേഷൻ ആണ്. ബട്ട് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നാൽ ഇന്റേണൽ സ്കീമയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അതിന്റെ ഹയർ ലെവലിലുള്ള കൺസെപ്ച്വൽ സ്കീമയിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പാടില്ല. സോ അതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇഫ് യു ഡു എനി ചേഞ്ചസ് ഇൻ ദി പ്രോപ്പർ in the storage size of the database system server, then the conceptual schema structure of the database will not be affected. So internal schema പറയുന്നത് സ്റ്റോറേജ് ആണ്, ഡാറ്റാബേസ് എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഇന്റേണൽ സ്കീമ പറയുന്നത്. സോ ഈ സ്റ്റോറേജിലും അതിന്റെ സൈസിലോ അതിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും എവിടെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല, കൺസെപ്ച്വൽ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ സ്കീമയിലുള്ള ഡാറ്റാബേസിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കൺസെപ്ച്വൽ ലെവൽസ് ഫ്രം ദി ഇന്റേണൽ ലെവൽ. സോ കൺസെപ്ച്വൽ ലെവലും ഇന്റേണൽ ലെവലും തമ്മിലൊരു ഡിഫറെന്റ്, അതിനെ രണ്ടിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സോ ഇത് അക്കേഴ്സ് അറ്റ് ലോജിക്കൽ ഇന്റർഫേസ് ലെവൽ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് database models. Data models give us an idea that how the final system will look like after its complete implementation. It defines data element and the relationship between the data elements. Database model എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെന്റും ഏത് രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡാറ്റ എലമെന്റ്സും അതിന്റെ റിലേഷൻഷിപ്പും ഡാറ്റ എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡാറ്റാബേസ് മോഡൽസ്.
ഫസ്റ്റ് വൺ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഹയറാർക്കിക്കൽ മോഡൽ. സോ ഹയറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹയറാർക്കി സ്ട്രക്ചർ, സാധാരണ ഒരു ഹയറാർക്കി സ്ട്രക്ചർ, ഈ ഒരു ഹയറാർക്കിയിലുള്ള സ്ട്രക്ചേഴ്സ് ഒരു ട്രീ പോലെ സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഹയറാർക്കിക്കൽ മോഡൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് വാസ് ദി ഫസ്റ്റ് DBMS മോഡൽ. ഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന DBMS മോഡലാണ് ഹയറാർക്കിക്കൽ മോഡൽ. ദിസ് മോഡൽ ഓർഗനൈസസ് ദ ഡാറ്റ ഇൻ ദ ഹയറാർക്കിക്കൽ ട്രീ സ്ട്രക്ചർ. സോ ഒരു ട്രീ സ്ട്രക്ചർ ആയിട്ട് സാധാരണ നമ്മളുടെ ഹയറാർക്കി, നമ്മൾ സാധാരണ ഹയറാർക്കി പറയാമല്ലോ, ഫാദർ മദർ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ രീതിയിൽ ഹയറാർക്കി ഉണ്ടാകുന്നു. ആ രീതിയിൽ തന്നെ നമ്മുടെ ഡാറ്റ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്, ഒരു ട്രീ ആയിട്ട് ഡാറ്റ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഹയറാർക്കിക്കൽ മോഡൽ എന്ന് പറഞ്ഞത്. The hierarchy starts from the root which has root data and then it expands in the form of a tree. Okay, so root ആണ് ഫസ്റ്റ്. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇതാണ് റൂട്ട്. ഓക്കെ, റൂട്ട് ഡാറ്റ എവിടെ ഉണ്ടാകും, ദെൻ റൂട്ട് ഡാറ്റയിൽ നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു കൂടുതൽ ചിൽഡ്രൻസ് വരും. സോ റൂട്ട് എന്നുള്ളത് ഒരു പാരന്റ് നോഡാണ്, ദെൻ ഇത് രണ്ടും അതിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ്. ഓക്കെ, സോ ഈ രണ്ട് നോഡ്സും എന്താണ്, ഈ ഒരു പാരന്റിന്റെ ചൈൽഡ് നോഡ്സ്. സോ ഇതിങ്ങനെ ട്രീ സ്ട്രക്ചർ ആയിട്ട് കൂടുതൽ നോഡ്സ് ആഡ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വരും. ദിസ് മോഡൽ ഈസിലി റെപ്രസെന്റ് സം ഓഫ് ദി റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ലൈക്ക് ഫുഡ് റെസിപ്പി, സൈറ്റ് മാപ്പ് ഓഫ് എ വെബ്സൈറ്റ് എക്സെട്ര. സോ ഇത് നമ്മുടെ റിയൽ വേൾഡ് റിലേഷൻഷിപ്പ് ഒക്കെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഈ മോഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, വി ക്യാൻ റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷൂസ് പ്രസന്റ് ഓൺ എ ഷോപ്പിംഗ് വെബ്സൈറ്റ് ഇൻ ദ ഫോളോവിംഗ്. സോ ഇത് എന്നുള്ളത് ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിലുള്ള ഷൂസിന്റെ ഹയറാർക്കി കൊടുക്കാനുണ്ട്. സോ മെയിൻ കാറ്റഗറി എന്നുള്ളത് ഷൂസ് ആണ്. സോ ഷൂസ് എന്നുള്ളതിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നതാണ് വുമൻസ് ഷൂ ആൻഡ് മെൻ ഷൂ. ഓക്കെ, സോ വുമൻ ഷൂവിന്റെ സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് വരാം, ഹൈ ഹീൽസ് വരാം, ബെല്ലീസ് വരാം. ദെൻ മെൻ ഷൂവിന്റെ സബായിട്ട് സ്പോർട്സ് ഷൂസ് ആൻഡ് സ്നീക്കേഴ്സ്. സോ ഇങ്ങനെയുള്ള ഒരു സബ് കാറ്റഗറി അല്ലെങ്കിൽ ഹയറാർക്കിയലായിട്ട് നമുക്ക് ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഹയറാർക്കിക്കൽ മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. Then features of a hierarchical model, one-to-many relationship. The data here is organized in a tree-like structure where the one-to-many relationship is between the data type. So ഇവിടെ ഡാറ്റ ഉണ്ടാകുന്നത് ട്രീ-like സ്ട്രക്ചർ ആണ്. സോ എപ്പോഴും ഒരു one-to-many relation, സാധാരണ റൂട്ട് ടു അതിന്റെ ചിൽഡ്രൻ, പാരന്റ് ടു ചിൽഡ്രൻ. സോ പാരന്റിന് ഒരു സിംഗിൾ പാരന്റ് മാത്രമേ ഏതൊരു ചൈൽഡിനും ഉണ്ടാവൂ. സോ ഏതൊരു ചൈൽഡും ഒരു പാരന്റ് ഡിഫറെന്റ് ചിൽഡ്രനിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് one-to-many റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ഈച്ച് ചൈൽഡ് നോഡ് ഹാസ് എ പാരന്റ് നോഡ് ബട്ട് എ പാരന്റ് നോഡ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ചൈൽഡ് നോഡ്. സോ ഓരോ ചൈൽഡ് നോഡിനും ഒരു പാരന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ പാരന്റിനും മോർ ദാൻ ചൈൽഡ് പോസിബിൾ ആണ്. Deletion problem, if a parent node is deleted then the child node is automatically deleted. ഒരു പാരന്റ് നോഡ് ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചിൽഡ്രൻസും ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. The next one is pointers. Pointers are used to link the parent node with the child node and are used to navigate between the stored data. So ഇവിടെ pointers ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ പാരന്റിനെ ചിൽഡ്രനിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പോയിന്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് പോയിന്റേഴ്സ്. അതുകൂടാതെ ഈ പോയിന്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിലുള്ള ബാക്കി എല്ലാ ഡാറ്റകളിലേക്കും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹയറാർക്കിക്കൽ മോഡൽ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ടു ട്രാവേഴ്സ് ത്രൂ എ ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് ഓരോ എലമെന്റിലേക്കും എത്താൻ സാധിക്കും. Any change in the parent node is automatically reflected in the child node, so the integrity of data is maintained. So ഒരു പാരന്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് അതിന് ചൈൽഡ് നോഡിലേക്കും ഓട്ടോമാറ്റിക്കലായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഡാറ്റ ഇന്റഗ്രിറ്റി നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആർ നോട്ട് സപ്പോർട്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു, മൾട്ടിപ്പിൾ പാരന്റ്സിനെ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാറില്ല. സോ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ സപ്പോർട്ട് ചെയ്യാറില്ല. As it does not support more than one parent of the child node. So if we have some complex relationship where a child node needs to have two parent nodes, then we can represent using this model. Okay. If a parent node is deleted, then the child node is automatically deleted. Parent node delete ചെയ്ത് കഴിഞ്ഞാൽ child node ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യും. അതും ഒരു പ്രോബ്ലം ആണ്. Next one is network model. This model is an extension of the hierarchical model. Hierarchical model കുറച്ചുകൂടി ഒരു വലിയ എക്സ്റ്റൻഷൻ ആണ് നെറ്റ്വർക്ക് മോഡൽ. ഇറ്റ് വാസ് ദി മോസ്റ്റ് പോപ്പുലർ മോഡൽ ബിഫോർ ദ റിലേഷണൽ മോഡൽ. ദിസ് മോഡൽ ഇസ് ദി സെയിം ആസ് ദി ഹയറാർക്കിക്കൽ മോഡൽ. ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എ റെക്കോർഡ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ പാരന്റ്.
ആകെ ഹൈറാർക്കിക്കൽ മോഡലിന്റെ കേസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഒരു ചൈൽഡിനെ ഈ ഒരു ചൈൽഡ് സ്റ്റുഡൻറ് എന്ന ചൈൽഡ് എന്നുള്ളത് CSE ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പാരന്റിന്റെയും ലൈബ്രറി എന്ന പാരന്റിന്റെയും. സോ ഇവിടെ മൾട്ടിപ്പിൾ പാരന്റിങ് അലൗഡ് ആണ്. ഒരു ചൈൽഡിന് തന്നെ ഒന്നിൽ കൂടുതൽ പാരന്റുകളെ പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Next one, features of network model. First one, ability to merge more relationship. So complex ആയിട്ടുള്ള കൂടുതൽ റിലേഷൻഷിപ്പുകളെ മെർജ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് മോഡലിന് സാധിക്കും. ഓക്കെ, അതായത് 1-to-1 റിലേഷൻഷിപ്പ് പോയിട്ട് മെനി ടു മെനി അല്ലെങ്കിൽ 1-to-manyയിൽ നിന്ന് മാറിയിട്ട് മെനി ടു മെനി റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് മോഡൽ ഹെൽപ്പ് ചെയ്യും. Many paths. As there are more relationships, so there can be more than one path to the same record. Okay, ഒരു റെക്കോർഡിലേക്ക് തന്നെ മൾട്ടിപ്പിൾ പാസ് പോസിബിൾ ആണ്. ഓക്കെ, അതായത് ഇവിടുത്തെ കേസിൽ ഈ സ്റ്റുഡൻറ്റിലേക്ക് എത്താൻ വേണ്ടി കോളേജിൽ നിന്ന് സ്റ്റുഡൻറ്റ് എന്നുള്ള ചൈൽഡിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കോളേജ് ടു CSE ഡിപ്പാർട്ട്മെന്റ് വരാം, അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റിലേക്ക് വരാം. അതല്ലെങ്കിൽ ഒരു രണ്ടാമത് ഒരു പാത്ത് എന്നുള്ളത് കോളേജ് ടു ലൈബ്രറി വരാം, ദെൻ സ്റ്റുഡൻറ്റിലേക്ക് എത്താം. സോ മൾട്ടിപ്പിൾ പാസ് നോഡ് ടു നോഡ് അവൈലബിൾ ആണ്. Then circular linked list. This operation on the network model are done with the help of the circular linked list. ഈ ഒരു കേസിൽ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് അവിടെ ഹൈറാർക്കിക്കൽ മോഡലിന്റെ കേസ് നമ്മൾ പോയിന്റേഴ്സ് ആയിരുന്നു പറഞ്ഞത്. ഇവിടെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു മോഡൽ ചെയ്യുന്നത്. The current position is maintained with the help of a program and this position navigates through the records according to the relationship. Okay. Advantages of network model. The data can be accessed faster as compared to the hierarchical model. Hierarchical model ne compare ചെയ്ത് data വളരെ fast ആയിട്ട് access ചെയ്യാൻ വേണ്ടി സാധിക്കും. This is because the data is more related in the network model and there can be more than one path to reach a particular node. So that data can be accessed in many ways. As there is a parent-child relationship, so data integrity is present. Any change in parent record is reflected in the child record. And hierarchical model പറഞ്ഞിരിക്കുന്ന സെയിം പോയിന്റ്സ് തന്നെയാണ്. അതായത് അവിടെ പാരന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ചൈൽഡിൽ റിഫ്ലക്റ്റ് ആവും. ഡിസോർഡറിൽ എന്ന് പറയുന്നത് ആസ് മോർ ആൻഡ് മോർ റിലേഷൻഷിപ്പ് നീഡ് ടു ബി ഹാൻഡിൽ ദ സിസ്റ്റം മൈറ്റ് ഗെറ്റ് കോംപ്ലക്സ്. സോ ഒരുപാട് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് സിസ്റ്റം കോംപ്ലക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ യൂസർ മസ്റ്റ് ബി ഹാവിംഗ് എ ഡീറ്റെയിൽഡ് നോളജ് ഓഫ് ദി മോഡൽ ടു വർക്ക് വിത്ത് ദി മോഡൽ. എനി ചേഞ്ച് ലൈക്ക് അപ്ഡേഷൻ, ഡിലീഷൻ, ഇൻസേർഷൻ ഈസ് വെരി കോംപ്ലക്സ് ആയിട്ടാണ് അത്. എന്ത് കൂടുതൽ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരം സിമ്പിൾ ഓപ്പറേഷൻസ് പോലും എന്ത് ചെയ്യാം, വളരെ കോംപ്ലക്സ് ആയിട്ട് വരാം. The next one is entity relationship model. Entity relationship model or simply ER model is a high level data model diagram. In this model, we represent the real world problem in the pictorial form to make it easy for the stakeholder to understand. So entity relationship model എന്ന് വെച്ചാൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെയും എൻറ്റിറ്റീസുകളെ എലമെൻറ്റുകളെയും അതിൻ്റെ റിലേഷൻഷിപ്പുകളും ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ്. അതായത് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് കൂടുതലായിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ER മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഈസി ഫോർ ദ ഡെവലപ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദി ER ഡയഗ്രാം. We use the ER diagram as a visual tool to represent ER model. So ER diagram എന്നുള്ള ഡയഗ്രാം എന്നത് ഒരു വിഷ്വൽ ടൂൾ ആയിട്ട് ER മോഡലിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വിഷ്വൽ ടൂൾ, അതായത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് ഡാറ്റാബേസ്, അതിനാണ് ER ഡയഗ്രാം എന്ന് പറയുന്നത്. അതെന്താ, ER മോഡലിന്റെ ഒരു വിഷ്വൽ ടൂൾ ആണ്. സോ അതിന്റെ 3 കോമ്പണൻസ് എന്ന് പറയുന്നത് ഏതൊരു ER ഡയഗ്രത്തിന്റെയും 3 കോമ്പണന്റ് എന്നുള്ളത് എൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വേൾഡ് തിങ്. ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, എ പ്ലേസ് or even a concept. For example, teacher, student, course, building, department, etc. ഇതൊക്കെ എന്താണ്, ഒരു സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കേസിലുള്ള എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ an entity contains a real world property. ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർട്ടി ഓഫ് an entity. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിന്റെ കേസിലാണെങ്കിൽ സ്റ്റുഡൻറ്റിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് ആ സ്റ്റുഡൻറ്റിന്റെ ID എടുക്കാം. സ്റ്റുഡൻറ്റിന്റെ നെയിം എന്താണ്, അതിന്റെ ആട്രിബ്യൂട്ട് ആണ്. ഓക്കെ, ദെൻ അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എന്താണ്, ഒരു ആട്രിബ്യൂട്ട് ആണ്. സോ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ റിലേഷൻഷിപ്പ് മീൻസ് റിലേഷൻഷിപ്പ് ടെൽസ് ഹൗ ദ 2 attributes ആർ റിലേറ്റഡ്. 2 ആട്രിബ്യൂട്ടുകൾ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് പറയുന്നത്. സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ വർക്ക്സ് ഫോർ എ ഡിപ്പാർട്ട്മെന്റ്. സോ ടീച്ചറും ഡിപ്പാർട്ട്മെന്റും 2 എൻറ്റിറ്റികളാണെങ്കിൽ സോ ഇത് രണ്ടും തമ്മിൽ എന്താണ്, തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. സോ ടീച്ചർ വർക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് അവിടെ റിലേഷൻഷിപ്പ് വരുന്നത്.
സോ ഇതൊരു ER ഡയഗ്രത്തിന്റെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഒരു ER ഡയഗ്രത്തിന്റെ എക്സാമ്പിൾ ആണ്. സോ ടീച്ചർ എന്നുള്ളത് ഒരു എൻറ്റിറ്റി ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് എൻറ്റിറ്റി ആണ്. ദെൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് മറ്റൊരു എൻറ്റിറ്റി ആണ്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ടീച്ചറുടെ ആട്രിബ്യൂട്ട്സ് ആണ് ടീച്ചർ നെയിം, ടീച്ചർ ID, മൊബൈൽ നമ്പർ, ഏജ്, സാലറി. ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. അതേപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് ID ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം. ഓക്കെ, സോ ഇത് രണ്ടൊന്നാണ് ഡിപ്പാർട്ട്മെന്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, സോ ടീച്ചർ വർക്ക്സ് ഫോർ ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വർക്ക്സ് ഫോർ എന്നുള്ളത് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് ആണ്. സോ ഈ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് രണ്ട് എൻറ്റിറ്റികളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് ER മോഡൽ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് ഈ ഒരു മോഡലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ER ഡയഗ്രം എന്ന് വെച്ചാൽ ER ഡയഗ്രം എന്താണ്? ഈ ഒരു മോഡലിന്റെ ഒരു വിഷ്വൽ ടൂൾ പോലെയാണ് ER ഡയഗ്രം വർക്ക് ചെയ്യുന്നത്. ഡാറ്റാബേസ് ഡിസൈൻ, ദിസ് മോഡൽ, ഈ മോഡൽ എന്താണ്? കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു മോഡലാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ER മോഡൽ, സിമ്പിൾ ആണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. സോ വിഷ്വൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ ഈസി കൺവേർഷൻ ടു എനി മോഡൽ. സോ ഈ ഒരു മോഡലിൽ ഒരു വിഷ്വൽ ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് മോഡലിലേക്കും ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, ബട്ട് അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ നോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ നോട്ടേഷൻ. ഇതിനൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് എവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ദർ ഇസ് നോ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഫോർ ഡെവലപ്പിംഗ് ആൻ ER മോഡൽ. So one developer might use notation which are not understood by the other developer. So ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ഡെവലപ്പറും ഉപയോഗിക്കുന്ന രീതി എന്തായിരിക്കാം? ഡിഫറെൻ്റ് ആയിരിക്കണം. സോ ഒരാൾ കംപ്ലീറ്റ് ആക്കാത്ത ഒരു വർക്ക് മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ദെൻ ഹിഡൻ ഇൻഫർമേഷൻ. Some information might be lost or hidden in the ER model as it is a high level view. So there are chances that some details of information might be hidden ആയിട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. Then next one is relational model. ഏറ്റവും കൂടുതലായിട്ട് ഡാറ്റാബേസ് ഡിസൈൻസിൽ ഉപയോഗിക്കുന്ന മോഡലാണ് റിലേഷണൽ മോഡൽ. So it is the most widely used model. This model, the data is maintained in the form of a two-dimensional table. ഒരു two-dimensional table ആയിട്ടാണ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും ഡാറ്റ റെപ്രസെന്റ് ചെയ്യും. The basic structure of a relational model is table. Okay, so the tables are also called relations. ഒരു ടേബിളിനാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടേബിൾ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഒരു ടേബിൾ നമുക്ക് റിലേഷൻ എന്ന് പറയാം. സോ ഇതൊരു എംപ്ലോയി ടേബിൾ ആണ്. സോ ഇതെന്താണ്? ഈ ഒരു ടേബിൾ നമുക്ക് എന്ത് പറയാം? ഇതാണൊരു റിലേഷൻ. ദെൻ ഇവിടെ റോസ് ആയിട്ടും കോളംസ് ആയിട്ടും ഡാറ്റയെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലൊരു റോയിനെ നമ്മൾ പറയുന്ന പേരാണ് ടപ്പിൾ. റോ ആർ നോൺ ആസ് ടപ്പിൾ. ഓക്കെ, ദെൻ കോളമിനെ പറയുന്നതാണ് ആട്രിബ്യൂട്ട്. കോളത്തിനെ ആട്രിബ്യൂട്ട് എന്ന് പറയും. ഓക്കെ, സോ ഒരു കോളം എന്നത് നമ്മുടെ മൊത്തം റിലേഷനിലെ ഒരു സിംഗിൾ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു കോളത്തിന് സാധിക്കും. ദെൻ ഒരു ടപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റോ ഓഫ് ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ, ഒരു സിംഗിൾ ഡാറ്റയല്ല, ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് നമ്മളൊരു ടപ്പിൾ എന്ന്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ എംപ്ലോയി ID എന്താണെന്ന് അറിയാം, അവരുടെ നെയിം അറിയാം. സോ ഈ എംപ്ലോയി IDയിലുള്ള ജോൺ എന്ന വ്യക്തി എഞ്ചിനീയറിംഗ് ആണ് അവരുടെ ജോബ് നെയിം. ദെൻ സാലറി ഇതാണ്, അവരുടെ മൊബൈൽ നമ്പർ ഇതാണ്, ഡിപ്പാർട്ട്മെന്റ് ID എന്താണ്, പ്രൊജക്ട് ID, എങ്ങനെയുള്ള ഫുൾ ഇൻഫർമേഷൻ, ഒരു ഫുൾ ഇൻഫർമേഷൻ നമുക്ക് ഒരു ടപ്പിൾ വഴി കിട്ടും. ബട്ട് ഒരു കോളം എന്നുള്ളത് ഒരു സിംഗിൾ ഫീൽഡ് ഓഫ് ഇൻഫർമേഷൻ മാത്രമാണ് ഒരു കോളം തരുന്നത്. അതായത് ഒരു എംപ്ലോയിയുടെ നെയിംസ്, ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെ നെയിംസും ഒരു സിംഗിൾ കോളത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആയ ഒരു മോഡലാണ് relational model. This model is more simple as compared to the network and hierarchical model. Scalable. This model can be easily scaled as we can add as many rows and columns as we want. Okay. Then structural independence. We can make changes in the database structure without changing the way to access the data. So database structure change ചെയ്യുന്നത്, data access ചെയ്യുന്നതിൽ പ്രോബ്ലം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡാറ്റാബേസിന്റെ സ്ട്രക്ചർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. When we can make changes to the database structure without affecting the capability to DBMS to access the data, we can say that structural independence has been achieved. So
സോ ഡാറ്റാബേസിൽ സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഡാറ്റയെ എഫക്റ്റ് ചെയ്യാതെ തന്നെ, ഡാറ്റ ആക്സസ് ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ട്രക്ചറൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. Then ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ മോഡൽ. ഹാർഡ്വെയർ ഓവർഹെഡ്സ്. For hiding the complexities and making things easier for the user, this model require more powerful hardware, computer and data storage device. So ഇതിന് നമുക്ക് ഹാർഡ്വെയർ സപ്പോർട്ട് എന്നുള്ള കുറച്ച് കൂടുതലായിട്ട് വേണം, സ്റ്റോറേജും വളരെ കുറച്ച് കൂടുതലാണ്. Then bad design. As the relational model is very easy to design and use, so the users don't need to know how the data is stored in order to access it. This ease of design can lead to the development of a poor database which would slow down if the ഡാറ്റാബേസ് ക്ലോസ്. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് ശരിക്കും അറിയാത്ത ഒരാൾ ഈ രീതിയിലുള്ള ഡിസൈൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടേബിളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടേബിളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 or 3 ടേബിളുകളിലായിട്ട് ചെയ്തു എന്ന് വരാം. സോ അതെന്താണ്, നമുക്ക് ഡാറ്റാബേസ് വളരുന്നതനുസരിച്ച് നമുക്ക് പൂറായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. സോ ഇത്രയാണ് മോഡൽസിൽ ഡാറ്റാബേസ് മോഡൽസിൽ വരുന്നത്.